ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബൽക്കിലെ രാജാവായിരുന്നിട്ടും സർവ്വ ഐശ്വര്യങ്ങളും ഉപേക്ഷിച്ച് സത്യം തേടിയിറങ്ങിയ മഹാനായ സൂഫി വര്യനായിരുന്നു ഇബ്രാഹിം ബിൻ ആദം. ഒരിക്കൽ അദ്ദേഹം ഒരു ശിഷ്യനുമായി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ദീർഘയാത്ര ചെയ്യുകയായിരുന്നു. ആ ശിഷ്യൻ കൈവശം തന്റെ ആകെ സമ്പാദ്യമായി പഴയൊരു മൺപാത്രം കരുതിയിരുന്നു. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാനും വിശക്കുമ്പോൾ ഭിക്ഷ യാചിക്കാനും അയാൾ ആ പാത്രത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ഉച്ച സമയത്ത് അവരൊരു മരത്തണലിൽ വിശ്രമിച്ചു. വിശ്രമം കഴിഞ്ഞ് കുറെ മുന്നോട്ട് നടന്നപ്പോഴാണ് ശിഷ്യൻ പരിഭ്രമത്തോടെ നിലവിളിച്ചത്, അയ്യോ ഗുരുവേ, എൻ്റെ മൺപാത്രം അത് വിശ്രമിച്ച സ്ഥലത്ത് നിന്ന് എടുക്കാൻ ഞാൻ മറന്നു. എനിക്കത് തിരികെ വേണം. ഞാൻ പോയി അത് എടുത്തുകൊണ്ടുവരാം. തൻ്റെ കൈവശമുണ്ടായിരുന്ന വലിയൊരു സാമ്രാജ്യം പോലും പുല്ലുപോലെ ഉപേക്ഷിച്ച ഇബ്രാഹിം ബിൻ ആദം ശാന്തനായ ശിഷ്യനെ നോക്കി ചോദിച്ചു, മകനെ, വെറും ഒരു മൺപാത്രത്തിന് വേണ്ടിയാണോ നീ ഇങ്ങനെ വ്യാകുലപ്പെടുന്നത്? അത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒന്നല്ലേ? അത് പോയാൽ നമുക്ക് മറ്റൊന്ന് കണ്ടെത്താമല്ലോ. കണ്ണീരോടെ ആ ശിഷ്യൻ പറഞ്ഞു, ഇല്ല ഗുരുവേ, നിങ്ങൾക്കത് വെറും ഒരു മൺപാത്രമായിരിക്കാം, പക്ഷേ എനിക്കതൊരു ലോകമാണ്. അതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. തൻ്റെ ഏക ആശ്രയം ആ പാത്രമാണ്. ഗുരു ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, നോക്കൂ, ഒരു രാജ്യം ഉപേക്ഷിച്ച എനിക്കുണ്ടായതിനേക്കാൾ വലിയ സങ്കടമാണ് ഒരു മൺപാത്രം നഷ്ടപ്പെട്ടപ്പോൾ നിനക്കുണ്ടായത്. നീ ആ പാത്രത്തെ നിന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നിന്റെ ഹൃദയം ആ മൺപാത്രത്തിൽ തളച്ചിടപ്പെട്ടിടത്തോളം കാലം നിനക്ക് എങ്ങനെ ആത്മീയ സ്വാതന്ത്ര്യം ലഭിക്കും? അപ്പോഴാണ് ആ ശിഷ്യന് തന്റെ തെറ്റ് മനസ്സിലായത്. തന്റെ ദാരിദ്ര്യത്തിലും താനൊരു വസ്തുവിനോട് അമിതമായി ഒട്ടിനിൽക്കുന്നുവെന്നും ആ പാത്രം തന്റെ മോക്ഷത്തിന് തടസ്സമാണെന്നും അയാൾ തിരിച്ചറിഞ്ഞു. പലപ്പോഴും ജീവിതത്തിൽ നമ്മുടെ ദാരിദ്ര്യത്തിലും ഇല്ലായ്മകളിലും പോലും നാം ചില വസ്തുക്കളോട് അമിതമായി ഒട്ടിനിൽക്കാറുണ്ട്. ആ മൺപാത്രം പോലെ നശ്വരമായ വസ്തുക്കൾ നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് വലിയ തടസ്സമായി മാറുന്നുവെന്ന് നാം തിരിച്ചറിയുന്നില്ല. നാം കൈവശം വെച്ചിരിക്കുന്ന വസ്തുവല്ല നമ്മെ ബന്ധിക്കുന്നത്, മറിച്ച് ആ വസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ നാം നൽകിയിരിക്കുന്ന സ്ഥാനമാണ് നമ്മെ അതിൻ്റെ അടിമകളാക്കി മാറ്റുന്നത്. പലപ്പോഴും നാമൊക്കെ ഇതുപോലെ ഭൗതികമായ വസ്തുക്കളോട് ഏറെ അടുപ്പം പുലർത്തുന്നവരാണ്. അതിലെന്തെങ്കിലും നഷ്ടമായാലോ ഒരു പോറൽ വീണാലോ നമ്മുടെ സമാധാനവും വിശ്വാസവും തകർന്നു പോകുന്നു. എന്നാൽ നശ്വരമായ ഈ ലോകത്തിൽ ഭൗതിക വസ്തുക്കൾക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അനശ്വര ലോകത്തിനായി കാത്തിരിക്കുന്നവർക്ക് ആ ലോകത്തിലെ നിത്യമായ നൽവരങ്ങൾക്കായി കരുതേണ്ടിയിരിക്കുന്നു. പക്ഷേ മനസ്സ് മുഴുവൻ ഈ ലോക ചിന്തകളുമായി നടന്നാൽ നമുക്കൊരിക്കലും നിത്യലോകത്തിനായി സമ്പാദിക്കാൻ കഴിയുകയില്ല. കാരണം ക്രിസ്തുവിൻ്റെ വാക്കുകളിലുണ്ട്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. വിശുദ്ധ മത്തായി 6:21. മൺപാത്രം പോലെ നശ്വരമായതിന് പിന്നാലെ ഓടുന്നവരാകാതെ നിത്യമായ ലോകത്തിനായി സമ്പാദ്യങ്ങൾ ഒരുക്കുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെയും ചേർത്തിടുവാൻ കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. ദിനം തോറും വേണമേ, പലവോളം വേണമേ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ.